മോർണിംഗ് ടീ മാറ്റി വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക്സ് ട്രൈ ചെയ്ത് നോക്കൂ. ശരീരം കാണിക്കുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാം. അപ്പോൾ ദാ ഫസ്റ്റ് ഡേ ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ. 2 നെല്ലിക്കയേക്കാൾ കൂടുതൽ എടുക്കാൻ പാടില്ല. 2 നെല്ലിക്ക അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് വെള്ളവുമാണ്. നല്ലതുപോലെ അടിച്ചതിന് ശേഷം അരിച്ചെടുക്കാം കേട്ടോ, അരിപ്പ വെച്ച്. അപ്പോൾ നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ഡൈജഷൻ മെച്ചപ്പെടുത്തുന്നു. ഇഞ്ചിയെല്ലാം ചേർത്തതുകൊണ്ട് തന്നെ പിന്നെ ചർമ്മത്തിൻ്റെ തിളക്കത്തിന്, മുടി കൊഴിച്ചിൽ തടയുന്നതിന് എല്ലാം നല്ലതാണ് ഇത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അമിതമായ അളവിൽ നെല്ലിക്ക ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കരുത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ദിവസം ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകമായിട്ട്, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യാം, അതല്ലാതെ ജീരകം കുതിർത്തെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം വേണമെങ്കിലും കുടിക്കാം. പിന്നെ ഏറ്റവും നല്ലത് വെറും വയറ്റിൽ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. വെറും വയറ്റിൽ ചെറു ചൂടുള്ള ജീരകവെള്ളം കുടിക്കുന്നത് ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഈ അരക്കെട്ടിൻ്റെ ഭാഗങ്ങളിലും വയറിലുള്ള കൊഴുപ്പ് എളുപ്പം കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രമേഹമുള്ളവർ പതിവായി ജീരകവെള്ളം കുടിക്കുന്നത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ മൂന്നാമത്തെ ദിവസം വെറും വയറ്റിൽ കുടിക്കുന്നത് കുക്കുംബർ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ കഷ്ണം കുക്കുംബറാണ്, അത് കട്ട് ചെയ്യുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് നാരങ്ങയുടെ പകുതി നീര്, ഇത്രയും കൂടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ ഒരു കുക്കുംബർ വട്ടത്തിൽ അരിഞ്ഞ് കുറച്ച് പുതിനയിലയും നാരങ്ങനീരും ചേർത്ത് 1-2 മണിക്കൂർ വെള്ളത്തിൽ വെച്ച് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കുക്കുംബർ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ ഇഞ്ചി ദഹനം സുഗമമാക്കാനും നല്ലതാണ്. അപ്പോൾ ഇതും വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. പിന്നെ ഇതെല്ലാം തന്നെ നമ്മൾ കുടിക്കുമ്പോൾ വെറും വയറ്റിലാണ്, അതുകൊണ്ട് തന്നെ അളവ് കൂടുതൽ എടുക്കാൻ പാടില്ല. പിന്നെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് കുടിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ കുക്കുംബറിൽ വൈറ്റമിൻ ഇ, കെ, പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. നാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ട്, ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മ ആരോഗ്യത്തിനെല്ലാം നല്ലതാണ്. ഇനിയിപ്പോൾ ഡേ 4 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു വെള്ളം തയ്യാറാക്കാം. ഇതിനായിട്ട് ചിയാ സീഡ് ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം. എന്നിട്ട് ഇത് 2 മണിക്കൂറോളം കുതിർത്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് കുതിർത്ത് പിറ്റേ ദിവസം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചിയാ സീഡ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിയാ സീഡ് വാട്ടർ തടി കുറയ്ക്കാൻ, ദഹനം മെച്ചപ്പെടുത്താൻ, ഊർജം നൽകാൻ, പ്രോട്ടീന് വേണ്ടി ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ സീഡിൽ 1 ഗ്ലാസ് വാട്ടർ എന്ന അളവിലാണ് നമ്മൾ കുതിർത്ത് ഉപയോഗിക്കേണ്ടത്. ഇതിലൽപ്പം നാരങ്ങാനീരും ചേർത്താണ് കുടിക്കുന്നത്. ഈ ഒരു ചിയാ സീഡ് വെള്ളം രാത്രിയിൽ കുടിക്കുന്നത് കൂടുതൽ ഗുണം നൽകുമെന്നാണ് കേട്ടോ. ദഹനത്തിനും ജലാംശം നിലനിർത്താനും പിന്നെ ദഹനം മെച്ചപ്പെടുത്തും, മലബന്ധം, വയർ വീർക്കുന്നത് എല്ലാം തടയാൻ വേണ്ടി നല്ലതാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള ഡ്രിങ്കിനായിട്ട് ഞാനിപ്പോൾ കുറച്ചൊരു 20 ഉണക്കമുന്തിരിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഇട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ് കുതിർക്കാൻ വെക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാവിലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്ക് നല്ലതുപോലെ ആ ഒരു ഉണക്കമുന്തിരി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ നമുക്ക് കൈവച്ച് ഞെരടി ആ ഒരു വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ ഹെൽത്ത്, കാരണം അതിൻ്റെ ഫൈബർ അതൊന്നും നഷ്ടപ്പെടുത്തില്ല. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്കുണ്ടാവുന്ന രക്തക്കുറവ്, വിളർച്ച ഇതെല്ലാം തടയുന്നതിന് വേണ്ടി ഉണക്കമുന്തിരി വളരെ നല്ലതാണ് കേട്ടോ. ഉണക്കമുന്തിരിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, വിളർച്ച തടയാൻ വേണ്ടി അയൺ കൂടുതലുണ്ട്, കോപ്പർ കൂടുതലുണ്ട്, അസിഡിറ്റി കുറയ്ക്കാൻ എല്ലാം ഈ ഒരു മുന്തിരി വെള്ളം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ദിവസവും ഇത് കുടിക്കുന്നതും ആരോഗ്യത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കാം.
ഇനി അടുത്ത ഡ്രിങ്ക് ആണോ, അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി ലീവ്സ് എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടി നല്ലതാണ്. ഇനി ഈ ഒരു ഉലുവ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതല്ലാതെ തലേ ദിവസം രാത്രി ഉലുവ കുതിർക്കാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആ ഒരു വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. പ്രമേഹം നിയന്ത്രിക്കാൻ, ദഹനം മെച്ചപ്പെടുത്താൻ, ശരീരഭാരം കുറയ്ക്കാൻ, മുടികൊഴിച്ചിൽ തടയാൻ ഇതെല്ലാം ഉലുവ നല്ലതാണ്. പിന്നെ ഗർഭിണികൾ ഉലുവ വെള്ളം ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം ഇത് ഗർഭാശയ സങ്കോചത്തിന് അല്ലെങ്കിൽ യൂട്രസ് കൺട്രാക്ഷൻ ഉണ്ടല്ലോ, അതിന് കാരണമാകാം. അതുകൊണ്ട് പിന്നെ പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്നവരും ഉലുവ വെള്ളം കുടിച്ചാൽ ഷുഗർ നല്ലതുപോലെ കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഡേ 7ലേക്കുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. അതിനായിട്ട് ഇഞ്ചി ചതച്ചത്, പിന്നെ നാരങ്ങയുടെ പകുതി ആ ഒരു കഷ്ണങ്ങളാക്കി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിനയില, 1 ഗ്ലാസ് വെള്ളം, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ബോഡി റീഫ്രഷ് ആക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. പുതിനയില റീഫ്രഷ് ആക്കാൻ സഹായിക്കുന്നു. പിന്നെ നാരങ്ങ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇഞ്ചി ആണെങ്കിലും ഗ്യാസ് കുറയ്ക്കാനെല്ലാം സഹായിക്കുന്നു. ഇങ്ങനെയല്ലാതെ നമ്മൾ ഡെയിലി കുടിക്കുന്ന വെള്ളത്തിൽ അല്പം പുതിനയിലയും പിന്നെ ഇഞ്ചി ചതച്ചതും നാരങ്ങ 2 കഷ്ണം ഇട്ട് ആ ഒരു വെള്ളം അടച്ചു വെച്ച് പിന്നെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആ ഒരു റീഫ്രഷ്നെസ്സിന് വേണ്ടിയെല്ലാം ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വെള്ളമാണ്. അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.